നമസ്കാരം. നമ്മൾ ഇന്ന് കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, മുഖ്യമന്ത്രി ജൻ ജവാൻ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം? ഉത്തരം ജാർഖണ്ഡ്. ജാർഖണ്ഡിലാണ് മുഖ്യമന്ത്രി ജൻ ജവാൻ പദ്ധതി ആരംഭിച്ചത്. മുഖ്യമന്ത്രി ജൻ ജവാൻ പദ്ധതി ആരംഭിച്ചത് ജാർഖണ്ഡിലാണ്. രണ്ടാമത്തെ ചോദ്യം, സർവേപ്പള്ളി രാധാകൃഷ്ണൻ വിദ്യാർത്ഥി മിത്ര കിറ്റ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം? സർവേപ്പള്ളി രാധാകൃഷ്ണൻ വിദ്യാർത്ഥി മിത്ര കിറ്റ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിലാണ് സർവേപ്പള്ളി രാധാകൃഷ്ണൻ വിദ്യാർത്ഥി മിത്ര കിറ്റ് പദ്ധതി ആരംഭിച്ചത്. മൂന്നാമത്തെ ചോദ്യം, 2026 ജനുവരിയിൽ ഇന്ത്യ സന്ദർശിച്ച ജർമ്മൻ ചാൻസലർ? 2026 ജനുവരിയിൽ ഇന്ത്യ സന്ദർശിച്ച ജർമ്മൻ ചാൻസലർ ആരാണ്? ഫ്രെഡറിക് മേഴ്സ്. 2026 ജനുവരിയിൽ ഇന്ത്യ സന്ദർശിച്ച ജർമ്മൻ ചാൻസലറാണ് ഫ്രെഡറിക് മേഴ്സ്. നാലാമത്തെ ചോദ്യം, സംസ്ഥാന സർക്കാരിൻ്റെ 2026 വർഷത്തെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? തിരുവിഴ ജയശങ്കർ. നാഗസ്വര വിദ്വാനായ തിരുവിഴ ജയശങ്കറിനാണ് 2026 സംസ്ഥാന സർക്കാരിൻ്റെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത്. തിരുവിഴ ജയശങ്കർ നാഗസ്വര വിദ്വാൻ. 2026 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യാതിഥികൾ ആരൊക്കെ? 2026 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികളുടെ മുഖ്യാതിഥി ആരാണ്? യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ ലൂയിസ് സാന്റോസ് ഡ കോസ്റ്റ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്ൻ എന്നിവരാണ് 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികളുടെ മുഖ്യാതിഥിയായി വന്നത്. 2026 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികളുടെ മുഖ്യാതിഥികളായിട്ട് വന്നത് യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ ലൂയിസ് സാന്റോസ് ഡ കോസ്റ്റയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്നുമാണ്. അടുത്ത ചോദ്യം, പ്രേം നസീർ ഫൗണ്ടേഷൻ നൽകി വരുന്ന സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനക്കുള്ള 2026 പ്രേം നസീർ പുരസ്കാരം നേടിയത് ആരാണ്? പ്രിയദർശൻ. 2026 പ്രേം നസീർ പുരസ്കാരം നേടിയത് പ്രിയദർശനാണ്. ഏഴാമത്തെ ചോദ്യം, സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ശാരദ. ശാരദയുടെ ശരിയായ പേര് സരസ്വതി ദേവി എന്നാണ്. ശാരദയുടെ ശരിയായ പേര് സരസ്വതി ദേവിയാണ്. ശാരദയ്ക്കാണ് 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത്. 5 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. JC ഡാനിയൽ പുരസ്കാരത്തിൻ്റെ പുരസ്കാര തുക 5 ലക്ഷം രൂപയാണ്. 1968 തുലാഭാരം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയിട്ടുണ്ട് ശാരദ. 1968 തുലാഭാരം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയത് ശാരദയാണ്. 1972 സ്വയംവരത്തിന് വീണ്ടും ദേശീയ ബഹുമതി ശാരദയ്ക്ക് ലഭിച്ചു. 1972 സ്വയംവരത്തിനു കൂടി ദേശീയ ബഹുമതി ശാരദയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. 1977 തെലുങ്ക് സിനിമയിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും ശാരദയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. 2023 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ഷാജി N കരുണിനാണ്. 2023 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ഷാജി N കരുണിനാണ്. പുരസ്കാരം ലഭിച്ച മൂന്നാമത്തെ വനിതയാണ് നടി ശാരദ. ആറന്മുള പൊന്നമ്മ, ഷീല എന്നിവർക്കാണ് ശാരദയ്ക്ക് മുൻപ് JC ഡാനിയൽ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. JC ഡാനിയൽ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 1992. JC ഡാനിയൽ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 1992. അടുത്ത ചോദ്യം, വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക് എവിടെയാണ്? വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക്. ഉത്തരാഖണ്ഡിലാണ് വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, കോമൺവെൽത്ത് രാജ്യങ്ങളിലെ സ്പീക്കർമാരുടെ 2026 സമ്മേളനത്തിന് വേദിയായത് എവിടെയാണ്? ഇന്ത്യ. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ സ്പീക്കർമാരുടെ 2026 സമ്മേളനത്തിന് വേദിയായത് ഇന്ത്യയാണ്. അടുത്ത ചോദ്യം, 2026 ബ്രിക്സ് ഉച്ചകോടി വേദി.
2026 ബ്രിക്സ് ഉച്ചകോടി വേദി ഇന്ത്യയാണ്. 2026 ബ്രിക്സ് ഉച്ചകോടി വേദി ഇന്ത്യയാണ്. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ സ്പീക്കർമാരുടെ 2026 സമ്മേളനത്തിന് വേദിയായതും ഇന്ത്യയാണ്. 2026 ബ്രിക്സ് ഉച്ചകോടി പ്രമേയം പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായുള്ള നിർമ്മാണം. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായുള്ള നിർമ്മാണം എന്നതാണ് 2026 ബ്രിക്സ് ഉച്ചകോടിയുടെ പ്രമേയം. അടുത്ത ചോദ്യം, വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരകം ആകാശമിഠായി, ബേപ്പൂരിലാണ്. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരകത്തിൻ്റെ പേര് ആകാശമിഠായി എന്നാണ്. അത് സ്ഥിതി ചെയ്യുന്നത് ബേപ്പൂരിലാണ്. കുടുംബശ്രീയുടെ കാർഷിക ഭക്ഷ്യവിഭവങ്ങൾ അറിയപ്പെടുന്ന ബ്രാൻഡ് പേര്? കെ ഇനം. കുടുംബശ്രീയുടെ കാർഷിക ഭക്ഷ്യവിഭവങ്ങൾ അറിയപ്പെടുന്ന ബ്രാൻഡ് നെയിം കെ ഇനം എന്നാണ്. അടുത്ത ചോദ്യം, ഹരിയാനയിലെ കർണാലിലുള്ള നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് NDRI വികസിപ്പിച്ചെടുത്ത കൃത്രിമ പശു ഇനം? കരൺ ഫ്രൈസ്. കരൺ ഫ്രൈസ് എന്നാണ് ഹരിയാനയിലെ കർണാലിലുള്ള നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചെടുത്ത കൃത്രിമ പശു ഇനത്തിൻ്റെ പേര്. അടുത്ത ചോദ്യം, ഉത്തർപ്രദേശിലെ ബറേലിയിലുള്ള ICAR ഇന്ത്യൻ വെറ്റിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചെടുത്ത പശു ഇനമാണ് വൃന്ദാവനി. വൃന്ദാവനി എന്നത് പശുവിൻ്റെ ഇനമാണ്. ഉത്തർപ്രദേശിലെ ബറേലിയിലുള്ള ICAR ഇന്ത്യൻ വെറ്റിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ ഒരു പശു ഇനത്തെ വികസിപ്പിച്ചെടുത്തത്. അടുത്ത ചോദ്യം, ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സ്ത്രീകളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ വനിതാ കമ്മീഷൻ നടപ്പിലാക്കുന്ന ക്യാമ്പയിൻ പറന്നുയരാം കരുത്തോടെ. ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സ്ത്രീകളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ വനിതാ കമ്മീഷൻ നടപ്പിലാക്കുന്ന ക്യാമ്പയിനാണ് പറന്നുയരാം കരുത്തോടെ. കേരള വനിതാ കമ്മീഷൻ നടപ്പിലാക്കുന്ന പറന്നുയരാം കരുത്തോടെ ക്യാമ്പയിൻ്റെ ബ്രാൻഡ് അംബാസഡറാണ് മഞ്ജു വാര്യർ. കേരള വനിതാ കമ്മീഷൻ നടപ്പിലാക്കുന്ന പറന്നുയരാം കരുത്തോടെ ക്യാമ്പയിൻ്റെ ബ്രാൻഡ് അംബാസഡർ മഞ്ജു വാര്യർ ആണ്. അടുത്ത ചോദ്യം, വനിതാ കമ്മീഷൻ അധ്യക്ഷ, നിലവിലെ വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവിയാണ്. നിലവിൽ വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവിയാണ്. അടുത്ത ചോദ്യം, മനുഷ്യനെ വീണ്ടും ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ എത്തിക്കാനുള്ള നാസയുടെ പദ്ധതിയാണ് ആർട്ടമിസ് 2. മനുഷ്യനെ വീണ്ടും ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ എത്തിക്കാനുള്ള നാസയുടെ പദ്ധതിയാണ് ആർട്ടമിസ് 2. 2025 സമാധാന നോബൽ പുരസ്കാരം നേടിയത് ആരാണ്? മരിയ മച്ചാഡോ. മരിയ മച്ചാഡോയ്ക്കാണ് 2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്.